ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി ഹൈഫൈ സെറ്റുകളുടെ ആദ്യ മോഡലുകളിൽ ഒന്നായ GR5ൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പണ്ടത്തെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഈ സെറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. RF സിഗ്നലുകൾ AV ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ആയി ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. ഫിൽറ്റർ കപ്പാസിറ്ററുകളെല്ലാം ഡാമേജ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. കപ്പാസിറ്ററുകൾ ഈ രീതിയിൽ ഡാമേജ് ആയി കാണുന്നത് ഓവർ വോൾട്ടേജ് കയറുമ്പോഴാണ്. കപ്പാസിറ്റർ എങ്ങനെ ഡാമേജ് ആയി എന്നതല്ല നമ്മുടെ വിഷയം. ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു RF സിഗ്നലുകൾ AV ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബോർഡാണ് ഈ കാണുന്നത് എന്ന്. ഇങ്ങനെ ഒരു ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു സെറ്റിലും കണ്ടിട്ടില്ല. ഈ മദർ ബോർഡിലേക്കുള്ള കണക്ഷനുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടാണ് ഇത് RF സിഗ്നലുകൾ AV ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ മോഡൽ സെറ്റുകൾ ഇറങ്ങുന്ന കാലത്തെ എക്സ്ട്രാ ഫിറ്റിങ്ങുകളായിരിക്കാം ഇതെല്ലാം. ഈ സെറ്റിൻ്റെ ഡിസ്ക് ലോഡർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു ഡിസ്ക് ഇടുന്ന ഡിസ്ക് ലോഡറാണ്. നല്ല പഴക്കമുള്ള സോണി ഹൈഫൈ സെറ്റുകളിൽ പോലും 3CD ചേഞ്ചർ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ സെറ്റിൻ്റെ പഴക്കം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. നമുക്കിനി ഈ ലോഡറെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഡാമേജായി പോയ കപ്പാസിറ്ററുകൾ ചേഞ്ച് ചെയ്യാം. ഡാമേജായി പോയ കപ്പാസിറ്ററുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് കംപ്ലൈൻ്റ് ആയി ഒരുപാട് നാൾ റെഡിയാക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ തുരുമ്പ് കയറിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഏത് മോഡൽ ബോർഡുകളിൽ പോലും കപ്പാസിറ്ററുകൾ മാറുമ്പോൾ സെയിം വാല്യൂ തന്നെ ഇടുവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ ഭാഗത്തും തുരുമ്പുണ്ട്. നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. തുരുമ്പെടുത്ത് പോയ ജമ്പറുകൾ മാറിയതിന് ശേഷം സ്ട്രിപ്പുകളെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ സെറ്റിൻ്റെ ഡിസ്പ്ലേ വർക്കിംഗ് ആയി തുടങ്ങി. ഡിസ്പ്ലേയുടെ ലെഗുകളെല്ലാം തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പുതിയ സോൾഡറിങ് ചെയ്തതോടുകൂടി ഡിസ്പ്ലേയും വർക്കായി. നമുക്കിനി ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഈ സെറ്റിന് ഓഡിയോ ഔട്ട് ലഭിക്കുന്നുണ്ട്. ശരിക്കും ഈ സെറ്റിന് ശരിയായ കംപ്ലൈൻറ്റ് അതിൻ്റെ പവർ സപ്ലൈ ആയിരുന്നു. ആ പവർ സപ്ലൈ കംപ്ലൈൻറ്റ് വന്നപ്പോൾ റെഡിയാക്കിയിരുന്നു എങ്കിൽ ഈ സെറ്റിൽ ഇതുപോലെ തുരുമ്പുകൾ കയറില്ലായിരുന്നു. തുരുമ്പെടുത്ത് പോയ ജമ്പറുകൾ മാറി പുതിയ ജമ്പറുകൾ സെറ്റ് ചെയ്യുന്നത് ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കംപ്ലൈൻ്റായി പോയ ജമ്പറുകളും റെസിസ്റ്ററുകളും മാറുന്നതിന് തന്നെ ഒരു പകൽ തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്നത്. അതിൻ്റെ പ്രധാനമായ ഒരു കാരണം റെസിസ്റ്ററുകളിൽ തുരുമ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കറക്റ്റായി മനസ്സിലാവുകയില്ല. പിന്നെ ആ ബോർഡിൻ്റെ ഡയഗ്രാം എടുത്ത് കംപ്ലൈൻ്റ് ആയ റെസിസ്റ്ററുകളുടെ വാല്യൂ കണ്ടെത്തി പുതിയ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് റെഡിയാക്കി എടുത്തത്. സെറ്റ് റെഡി ആവുകയാണെങ്കിൽ ഒരു USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. അതിനായി നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ വീണ്ടും ഓപ്പൺ ചെയ്യാം. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സെറ്റിലും USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്കിനി USB ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്കിലേക്ക് പോകാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേയുടെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായി USB ബോർഡിൻ്റെ സോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റിൻ്റെ നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും യാതൊരുവിധ തടസ്സവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ മോഡൽ സെറ്റുകൾ റെഡിയാക്കി കഴിയുമ്പോൾ ഒരു USB ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പഴക്കം കൂടുന്തോറും ലെൻസിൻ്റെ പവർ കുറയുന്നതുകൊണ്ട് ഡിസ്കുകൾ പ്ലേ ആവുന്നത് ഈ സെറ്റുകളിൽ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻപുട്ടായി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഈ USB ബോർഡ്. സെറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിൻ്റെ റിമോട്ടാണിത്. ഈ റിമോട്ട് കൂടി ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് കസ്റ്റമർ ചോദിച്ചിരുന്നു. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഈ റിമോട്ടിൻ്റെ സ്പ്രിങ്ങുകൾ തുരുമ്പെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പഴക്കം വരുന്ന ബാറ്ററികൾ മാറാതെ ആ റിമോട്ടിൽ തന്നെ ഇട്ട് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ റിമോട്ടിന് വരുന്നത്. ഈ തുരുമ്പെടുത്ത സ്പ്രിങ്ങുകളൊക്കെ മറ്റൊരു പഴയ റിമോട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്പ്രിങ്ങുകളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടില്ല. ഇതുപോലെ പഴയ റിമോട്ടിൽ നിന്ന് എടുക്കുവാനേ സാധിക്കൂ. അതിനുശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലപ്പഴക്കമുള്ള റിമോട്ട് വീണ്ടും നമുക്ക് സർവീസ് ചെയ്ത് എടുക്കുവാൻ കഴിഞ്ഞു എങ്കിൽ ആ റിമോട്ട് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ഈ സെറ്റിൻ്റെയും USB ബോർഡിൻ്റെയും ഈ റിമോട്ടിൻ്റെയും വർക്ക് കഴിഞ്ഞു.